24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ പദ്ധതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയെന്ന വാർത്ത വരുന്നു. ഇസ്രയേലിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമാക്കിയ പദ്ധതി അംഗീകരിക്കണമെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് ബന്ദികളുടെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടു. പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രി തയ്യാറല്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇതൊരു വലിയൊരു അവസരമാണ്, ഈ അവസരം വിനിയോഗിക്കണമെന്നായിരുന്നു. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സിൽ മറ്റെന്തോ ആണ്. SKN ഈ കടലിനും ചെകുത്താനും ഇടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകളാണ്. ബെൻഗീവറിനെ പോലെയൊക്കെയുള്ള ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന കൊടും നിലപാടുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും തീർക്കാതെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റില്ല, വെടിനിർത്താൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്താൽ ഞങ്ങൾ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി കസേര പോവും. സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസ് വീണ്ടും പുനർവിചാരണ ചെയ്യും. അദ്ദേഹത്തിന് ഒരുപക്ഷെ ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ വെടിനിർത്തലിന് വേണ്ടി വാദിക്കുന്നു. ഖത്തർ, ഈജിപ്ത്, അറബ് രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു. ആന്റണി ബ്ലിങ്കൻ, US സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹം നാറ്റോ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങവേ നേരിട്ട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചത് സൗദിയുടെ, ഈജിപ്തിൻ്റെ, ഖത്തറിൻ്റെയൊക്കെ പ്രമുഖ നേതാക്കളുമായിട്ടാണ്, വിദേശകാര്യമന്ത്രിമാരടക്കം. അപ്പോൾ ആ തരത്തിൽ അറബ് രാജ്യങ്ങളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഹമാസിനെ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേലിന് മേലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നെതന്യാഹു വഴങ്ങുന്നില്ല. പക്ഷേ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് യുദ്ധകാല മന്ത്രിസഭയിലെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള യോവ് ഗാലന്റ്, ഒപ്പം തന്നെ ബെന്നി ഗാൻസ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ നേതാക്കളാണ്. പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള ഇവർ രണ്ടുപേരും ഇത് അംഗീകരിക്കണമെന്ന നിലപാടിലേക്ക് വരുന്നു. പക്ഷേ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ തുലാസിലാണ്. അവർ പറയുന്നുണ്ട്, തീവ്രവാദികൾ പിന്തുണ പിൻവലിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് പ്രതിപക്ഷം പിന്തുണ തരാം. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇവരെ വലിയ വിശ്വാസമില്ല നെതന്യാഹുവിന്. അപ്പോൾ അധികാരക്കളിയിൽപ്പെട്ട് ജനം അല്ലെങ്കിൽ പാവപ്പെട്ട പാലസ്തീൻ ജനങ്ങൾ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കും. മരണസംഖ്യ SKN 36,500 അടുത്ത് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടത് 100 പേരാണ്. ഇസ്രായേൽ ഈ പദ്ധതിയൊന്നും നോക്കാതെ വ്യാപകമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് യുദ്ധം, സ്ഥലത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ. എങ്ങും എത്തുന്നില്ല. 8 മാസം കഴിഞ്ഞു SKN. വലിയ ദുരിതമാണ്. ജനങ്ങൾ ജീവനം കൊണ്ട് ഓടുന്നു. 20,000-ഓളം ഗർഭിണികൾ പലായനത്തിലുണ്ട് എന്ന് അടക്കമുള്ള വാർത്തകൾ നിറയുകയാണ്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത തലത്തിലേക്ക് പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഈ അവസ്ഥയിൽ തന്നെയാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വർഷമാണ്, ട്രംപുമായിട്ട് മത്സരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ, ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിൽ പാലസ്തീന് അനുകൂലമായിട്ടാണ് അമേരിക്കയുടെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് മേൽ കഴിയാവുന്നത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. SKN. ഓക്കെ ജെയിംസ്, ജയിലിൽ കിടന്നാലും അവിടെ നിന്ന് മത്സരിക്കുമെന്നല്ലോ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മാത്രമല്ല അമേരിക്കൻ നിയമങ്ങളെ ഇദ്ദേഹം അട്ടിമറിക്കുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവനയും വന്നിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ അമേരിക്കയിൽ? SKN, വല്ലാത്തൊരു അവസ്ഥയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലേത്. ഒരു കാലത്ത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കളരിയാണ് ഞങ്ങൾ എന്ന് പറയുന്ന അമേരിക്ക. ആ അമേരിക്കയിൽ ഈ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്, ഒരുപക്ഷെ അത് മാറിപ്പോയേക്കാം. എന്തായാലും ട്രംപ് 34 കേസുകളിൽ കുറ്റക്കാരനാണെന്ന് ന്യൂയോർക്ക് കോടതി കണ്ടെത്തി. അദ്ദേഹം വിധി പറയാൻ വെച്ചിരിക്കുന്നത് 1 മാസം കഴിഞ്ഞാണ്. 1 മാസം ജൂലൈ 11-ാം തീയതിയാണ്. പക്ഷെ അതിൽ വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യം, 4 ദിവസം കൂടി കഴിഞ്ഞാൽ ജൂലൈ 15-ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷൻ നടക്കുകയാണ്, ദേശീയ കൺവെൻഷൻ. അതിൽ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിതനായിരിക്കുന്ന, അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, ട്രംപിനാണ് പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും കിട്ടിയതും പ്രതിനിധികളെ കിട്ടിയിട്ടുള്ളതും. നിക്കി ഹേലി, ഇന്ത്യൻ വംശജ, അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. മറ്റു പല സ്ഥാനാർത്ഥികളും, മലയാളിയായിട്ടുള്ള സ്ഥാനാർത്ഥി വരെ പിന്മാറി. പക്ഷേ അപ്പോൾ ട്രംപ് 4 ദിവസം കഴിഞ്ഞ് ദേശീയ കൺവെൻഷനിലേക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുമോ? 11-നുള്ള വിധി അദ്ദേഹത്തെ ജയിലിലയക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടന്ന് മത്സരിക്കുമെന്നാണ് ട്രംപിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വല്ലാത്തൊരിതാണ്. കാരണം അമേരിക്കയുടെ 250 വർഷത്തെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് ക്രിമിനൽ കേസിൽ കുറ്റവാളിയായിട്ടില്ല.
കുറ്റവാളിയായ ആൾ മത്സരിച്ചിട്ടില്ല. മത്സരിച്ച് പ്രസിഡന്റ് ആവാനാണ് അധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന വളരെ വിചിത്രമാണ്. SKN ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിൽ കിടന്നാലും അമേരിക്കയുടെ ഭരണഘടനയിൽ എവിടെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്ന ഒരുപക്ഷെ അവരുടെ പൂർവ്വപിതാക്കന്മാർ ഇത് മുന്നിൽ കണ്ടിട്ടുണ്ടാവില്ല. ഏതായാലും രതിചിത്ര നടി സ്റ്റോമി ഡാനിയൽസിനുമായിട്ടുള്ള ബന്ധം മറച്ചു വെക്കാൻ $1,30,000 അദ്ദേഹം കൃത്രിമ രേഖകൾ ഉണ്ടാക്കി നൽകി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് റെക്കോർഡിലൊക്കെ തെറ്റുകളും കൃത്രിമം കാണിച്ചു. ഇത് തെളിഞ്ഞു എന്നുള്ളതാണ്. 12 അംഗ ജൂറി കോടതിയോടൊപ്പം നിന്നിട്ടാണ് ഏകണ്ഠമായിട്ടാണ് അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ജയിലിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. SKN അതിനെതിരെ ജോ ബൈഡൻ രംഗത്ത് വന്നിട്ടുണ്ട്. ജോ ബൈഡൻ പറയുന്നത് അമേരിക്കയുടെ നീതിന്യായ വ്യവസ്ഥ വളരെ ശക്തമാണ്, എത്ര വലിയ ആളായാലും ശിക്ഷിക്കും. ആ ശിക്ഷ വന്നപ്പോൾ ഈ കോടതി വിധിയെ ഭീഷണിപ്പെടുത്തി, ജഡ്ജിയെ ഭീഷണിപ്പെടുത്തി ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ട്രംപിനെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നാണ് തെരഞ്ഞെടുപ്പിൽ എതിരാളിയായി നിൽക്കുന്ന ജോ ബൈഡൻ പറയുന്നത്. കട്ടയ്ക്ക് പോരാട്ടമാണ്, ആരും ജയിക്കാം. പക്ഷെ ഇപ്പോൾ ചെറിയ ഭൂരിപക്ഷം ട്രംപിനായിരുന്നു. ഇത് വഴി ഈ റിപ്പബ്ലിക്കൻ വോട്ടർമാരിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമോ എന്നുള്ള ഭീതിയും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. SKN ഇനി കട്ടയ്ക്ക് മറ്റൊരു കാര്യം, ദക്ഷിണാഫ്രിക്കയിലെ ഒരു കൂട്ടുമന്ത്രിസഭ അധികാരത്തിൽ വരും എന്ന രീതിയിൽ വാർത്ത വരുന്നു. കാര്യം മുൻ ആഫ്രിക്കൻ പ്രസിഡന്റ് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം സൗത്ത് ആഫ്രിക്കയിലുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണ്? SKN ദക്ഷിണാഫ്രിക്കയുടെ സ്വതന്ത്ര ദക്ഷിണാഫ്രിക്കയുടെ നേരത്തെ പ്രിട്ടോറിയ ഭരണകൂടമായിരുന്ന വെള്ളക്കാർ ഭരിച്ചിരുന്ന കാലത്തെയല്ല, 1994 നെൽസൺ മണ്ടേല നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നത്. വലിയ ഭൂരിപക്ഷത്തിനാണ് നെൽസൺ മണ്ടേല ആദ്യത്തെ സ്വതന്ത്ര ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആവുന്നത്. അതിനുശേഷം ഇന്നേ വരെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടാതിരുന്നിട്ടില്ല. ഇതാദ്യമായി 30 വർഷം കഴിയുമ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുന്നു. ഇപ്പോഴും 40% വോട്ട് നേടി ഒറ്റ പാർട്ടി എന്ന നിലയിൽ അവരാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് കൂട്ടാളികളില്ലാതെ ഭരിക്കാൻ കഴിയില്ല. സിറിൽ റാമഫോസ എന്ന പ്രസിഡന്റ് താഴെ ഇറങ്ങേണ്ട അവസ്ഥയിലാണ്. കാരണം അദ്ദേഹം ജയിലിലാക്കിയ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമോ, അദ്ദേഹം നെൽസൺ മണ്ടേലയുടെ കൂട്ടാളിയായിരുന്നു. അദ്ദേഹം ജയിലിൽ കിടന്ന് പ്രഖ്യാപിച്ച് ഇയാളെ താഴെ വീഴ്ത്തുന്നു. അയാൾ പുതിയ പാർട്ടി ഉണ്ടാക്കി, MK എന്ന പാർട്ടി. ആ പാർട്ടി 15% വോട്ട് പിടിച്ചിരിക്കുന്നു. 50%-ൽ കൂടുതൽ വോട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പാർട്ടിക്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വരാൻ സാധിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ ജേക്കബ് സുമോയുടെ പിന്തുണ വേണം, അല്ലെങ്കിൽ 22% വോട്ട് നേടിയ പ്രധാന പ്രതിപക്ഷം ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ പിന്തുണ വേണം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സിറിൽ റാമഫോസയെ മാറ്റാമെങ്കിൽ പിന്തുണയ്ക്കാമെന്ന് ജേക്കബ് സുമ പറയുന്നുണ്ട്. എന്തായാലും ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയം വല്ലാത്തൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. താങ്ക് യു പി ജെയിംസ്. ഇനി നാളെ കാണാം വിദേശ വാർത്തകളുമായി. പി ജെയിംസ് ഇതേ പരിപാടിയിൽ നാളെ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.